തിരുമൂർത്തി ചേട്ടൻ നമ്മൾ ഒരുപാട് റീൽസിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ചേട്ടൻ எங்கനെയാണ് சினிமாயிலோட்டு வந்தது? சார் இந்த பகடக்களி இந்த மூவியை சார் வந்து கூப்பிட்டுருந்தாங்க எனக்கு இந்த சாங் பாடுறதுக்காக. ஸோ எனக்கு வந்து இந்த மாதிரி ஒரு இப்படி ஒரு சப்ஜெக்ட்ல நானும் ஒர்க் பண்ணியிருக்கேங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம். രജനി സാറിന്റെ ഒക്കെ പാട്ട് പാടിയിട്ടുള്ളതാണ്. എങ്ങനെ കണ്ടെത്തി? ഞാൻ ചോദിച്ചിട്ടുള്ള റീൽസിലൂടെ ഇത് റീലുകൾ കണ്ടിട്ട് നമ്മൾ ഓൾറെഡി ആളുടെ ഫാനാണ്. ആളുടെ റീലുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന ആളാണ്. നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാനായിട്ടുള്ള ഒരു സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് തിരുമൂർത്തി സാറിനെ ചൂണ്ടി. അപ്പോഴാണ് നമ്മൾ വീണ്ടും ആളെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പിറ്റത്തെ മ്യൂസിക് ഡയറക്ടർ വിനായക് ശരചന്ദ്രനാണ്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. ആള് കുറെ റാപ്പ് സോങ്ങുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വിനായക് കുറച്ച് കഴിയുമ്പോൾ വരും. വിനായക് ശരചന്ദ്രനാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആള് പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ജോലാർപേട്ടയിലേക്ക് വണ്ടി കയറി ആളുടെ ഗ്രാമത്തിൽ നൊച്ചിപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പോയി ആളവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഞങ്ങൾ പാട്ട് കേൾപ്പിച്ചു. ആളവിടുന്ന് പാടി. അത് ആളും ഓക്കെ ആണ് അതിനെന്നുള്ളൊരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ആള് പാട്ട് പാടാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ഞാൻ ചോദിച്ചത് മ്യൂസിക് ഡയറക്ടറിന്റെ ഐഡിയ എന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല. ഇല്ല പെട്ടെന്ന് ചിന്തിച്ചിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ ആളുടെ വോയിസും നമ്മുടെ ഇതിലത്തെ പാട്ട് തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുള്ളൊരു ധാരണ വന്നു. അത് പിന്നെ അത് പാടി കഴിഞ്ഞു. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് എങ്ങനെ രണ്ടുപേരി. ഓക്കെ. நீ சொல்வது என்றது ஒன்றுமே தாயே எனக்கு அது புரியவில்லை. அந்த கடவுள் சொல்கிற வார்த்தைகள் எல்லாம் நிஜமாய் புரியவில்லை. நீ சொல்வது என்றது ஒன்றுமே தாயே எனக்கு அது புரியவில்லை. அந்த கடவுள் சொல்கிற வார்த்தைகள் எல்லாம் நிஜமாய் தெரியவில்லை. சொல்லி விளக்க தாயும் இல்லை, சொல்வது கேட்க கடவுளும் இல்லை. கடவுள் ஒளியை தருவார் என்று நம்புற உலகம் இது. வானம் ஏறி பறந்திடு கண்ணே, வாழ்வின் வழிகள் மறந்திடு கண்ணே. வாழ்க்கை என்பது வரமல்லே, நீ காண்பது நிஜமல்லே. தங்கமே தங்கமே செல்லமே செல்லமே, தங்கமே தங்கமே நீ தங்கோ செல்லமே. താങ്ക് യു. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യൂല ബൈഹാർട്ടിയാവും. അതാണ് ആളുടെ പ്രത്യേകത. ഞാൻ ചോദിച്ചത് ഇത് എഴുതിയത് ആരാണ്? ഇത് ഈ തങ്കമേ എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ളത് ഞാനാണ്. ഇത് ആളാണ് ഇതിന് പാടിയിട്ടുള്ളത്. വിനായക ആണ് ഇതിന് മ്യൂസിക് ചെയ്തത്. ഞാൻ ചോദിച്ചാൽ ഈ തമിഴ് അപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചാൽ തമിഴ് ലിറിക്സ് ഈ നമ്മളിപ്പോ ഓൾറെഡി എല്ലാ ലാംഗ്വേജിലും പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ തമിഴ് അറിയാം, അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നതിലേക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരുന്നു അന്ന് ലാംഗ്വേജ് അധികം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊന്നും ശരിയാക്കാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-15 കൊല്ലത്തോളമായിട്ട് സിനിമയുടെ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ കൂടുതൽ ഇരിക്കുന്നത് തമിഴ് ടൈപ്പ് സ്ക്രിപ്റ്റുകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ തമിഴ് പാട്ടുകളുണ്ട്. ഇത് മാത്രമല്ല ഒരു 4 തമിഴ് പാട്ട് ടോട്ടൽ 6 പാട്ടാണുള്ളത്. 6 പാട്ടാണ്. 4 തമിഴും 2 മലയാളം. അപ്പൊ ഈ 15 വർഷമായിട്ട് സിനിമയുടെ പുറകെ സഞ്ചരിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ റിലീസ് ആകാൻ പോണ ആദ്യത്തെ സിനിമയാണ്. തിയേറ്ററിൽ ഇതിന് മുൻപ് കുറച്ച് തിയേറ്ററിൽ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. അത് മലയാളത്തിലെ ആദ്യത്തെ സിംഗിൾ ഷോട്ടിൽ ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു. 2 മണിക്കൂർ സമയം കൊണ്ട് 2 മണിക്കൂർ സിനിമ ചിത്രീകരിച്ചിട്ട്. സിനിമയുടെ പേര് അത് വിപ്ലവം ജയിക്കാനുള്ളതാണെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. വളരെ പരിമിതമായിട്ടുള്ള തിയേറ്ററിൽ ഞങ്ങളൊരു സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പടം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ഞങ്ങൾ കുറച്ച് തിയേറ്ററുകളൊക്കെ തന്നെയാണ് അഭിനയിച്ചത്. അതില് ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങൾ പുതുമുഖങ്ങളാണ്. മെയിനായിട്ട് ഇപ്പൊ ദേവസൂരിയും പിന്നെ ടിറ്റോ അല്ലെ? ടിറ്റോ ആണ് ചെയ്തിരിക്കുന്നത്. നോൺ ഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പ് ഒരു സൗഹൃദം ഉണ്ട് അല്ലെ? ടിറ്റോനും ഞാനും കൂടി ഇപ്പൊ ഓൾറെഡി വേറൊരു പടം ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൻസർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണോ ടിറ്റോ? ഞാൻ ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണോ ടിറ്റോനെ ഇതിലോട്ട്? അല്ല, ടിറ്റോ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ടിറ്റോ എന്ന് പറയുന്നത് നല്ലൊരു ആക്ടിംഗ് ടാലന്റ് ഉള്ള ആളാണ്. നമ്മളിപ്പോ സ്വതന്ത്രാണെങ്കിലും അങ്കമാലി ഡയറീസ് ആണെങ്കിലും കണ്ടെങ്കിൽ അറിയാം ടിറ്റോന്റെ ടാലന്റ് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടിറ്റോന്റെ ടാലന്റ് പുറത്തേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ടിറ്റോന് ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ.